ഇതിൽ ഒന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിരവധി യൂസേഴ്സ് സഫർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് വാട്സാപ്പ് ചാറ്റുകൾ പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. ഇനി മുതൽ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലോ അല്ലെങ്കിൽ ഐക്ലൗഡിലേക്കോ ബാക്കപ്പ് ഒന്നും തന്നെ വാട്സാപ്പ് ചാറ്റിൻ്റെ ബാക്കപ്പ് ഒന്നും തന്നെ ചെയ്യാതെ സിമ്പിളായിട്ട് ഫോൺ ടു ഫോൺ വാട്സാപ്പ് ചാറ്റുകൾ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഈസി മെത്തേഡ് വാട്സാപ്പിൻ്റെ സെറ്റിംഗ്സിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, അതിൽ ചാറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചാറ്റ്സ് ടു ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചാറ്റ് ടു ഐഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് പുതിയ ഐഫോണിലേക്കാണ് എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചാറ്റ് ടു ഐഫോൺ എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പം പുതിയ ഫോൺ ഏതാണോ അതിലേക്ക് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മളുടെ നമ്പർ കൊടുത്തുകൊണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിയുമ്പം നമ്മുടെ ഫോണിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ, ചാറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും ഓട്ടോമാറ്റിക്കലി. അതിലൊരു QR കോഡ് കാണും. അത് നമ്മളുടെ ഈ ഒരു ഫോണിൽ നിന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ എളുപ്പമാണ്. അങ്ങനെ ഒരു ഇഞ്ച് ഡേറ്റ പോലും നിങ്ങളുടെ ഐക്ലൗഡിലേക്ക് സ്റ്റോർ ചെയ്യാതെ അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ്ലി ഫോൺ ടു ഫോൺ വാട്സപ്പ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്ര എളുപ്പമാണ്. ഇതേ മെത്തേഡ് മൂവ് ചാറ്റ്സ് ടു ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഐഫോൺ ടു ആൻഡ്രോയിഡിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് ഔട്ട്. ഇത് അടിപൊളി ഫീച്ചറാണ്. ഒരു ഫീച്ചറല്ല, ഇതൊരു ഹാക്കാണ്. അതായത് നമുക്ക് ഹാൻഡി ആയിട്ട് വേണമെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊടിക്കൈയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റുമായിട്ട് നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്യുകയും വേണം. എന്നാൽ മറ്റുള്ളൊരു വാട്സാപ്പ് ത്രൂ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് കണക്റ്റ് ആകുകയും ചെയ്യരുത്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യരുത്. യൂഷ്വലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം വൈഫൈ അല്ല മൊബൈൽ ഡേറ്റ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൊബൈൽ ഡേറ്റയുടെ ഓപ്ഷനിൽ പോയി ഇവിടുന്ന് വാട്സാപ്പിന് മാത്രമായിട്ട് ഇൻ്റർനെറ്റ് ആക്സസ് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അത് മൊബൈൽ ഡേറ്റയുടെ കാര്യം മാത്രമാണ്, വൈഫൈ അല്ല. ഇനി നിങ്ങൾക്ക് വൈഫൈയിലാണ് യൂസ് ചെയ്യുമ്പം ഇതേ കാര്യം ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. അതിന് തന്നെ ഒരു ബിൽറ്റ് ഇൻ ഫീച്ചർ വാട്സാപ്പ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. വാട്സാപ്പിൽ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ പോവുക. ഇവിടെ പ്രോക്സി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പുതിയ പ്രോക്സി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. ഞാനിവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്കിവിടെ കാണിക്കാത്തത്. സോ ഇവിടെ സെറ്റപ്പ് പ്രോക്സി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ പ്രോക്സി അഡ്രസ് എന്നുള്ളിടത്ത് 1.1.1.1 എന്ന് നിങ്ങൾ സേവ് ചെയ്യുക. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട. എന്നിട്ട് നിങ്ങളിവിടെ കണക്റ്റ് അല്ലെങ്കിൽ എനേബിൾ ചെയ്യുക. ആ പ്രോക്സി എനേബിൾ ചെയ്യുക. അപ്പം കണക്റ്റിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി നിങ്ങൾ വാട്സാപ്പിൻ്റെ ചാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കണക്റ്റിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി ഞാനിത് സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഈ അക്കൗണ്ടിലേക്ക് ഞാൻ എൻ്റെ മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് ഹായ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഓക്കെ, എനിക്കിത് ഇവിടെ റിസീവ് ചെയ്തിട്ടില്ല. ഞാൻ വീണ്ടും വാട്സാപ്പ് ഇപ്പം ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ പോലും കണക്റ്റിംഗ് എന്ന് പറഞ്ഞ് കാണിക്കത്തേ ഉള്ളൂ. എനിക്കിവിടെ റിസീവ് ആയിട്ടില്ല. ഞാൻ വീണ്ടും ഹലോ എന്ന് പറഞ്ഞ മെസ്സേജ് ടൈപ്പ് ചെയ്തു, മെസ്സേജ് അയച്ചു. അത് എനിക്ക് ഇപ്പോഴും ഇവിടെ വന്നിട്ടില്ല. ഇപ്പോഴും കണക്റ്റിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. നമുക്കിപ്പോഴും വൈഫൈ ആക്സസ് ചെയ്യാൻ സാധിക്കും, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. പക്ഷേ വാട്സാപ്പിൽ മാത്രം മെസ്സേജ് റിസീവ് ചെയ്യുന്നില്ല. വീണ്ടും നമ്മൾ സെറ്റിംഗ്സിൽ പോവുക. അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റോറേജ് ആൻഡ് ഡേറ്റയുടെ ഓപ്ഷനിലേക്ക് പോയി പ്രോക്സി ഓപ്ഷനിൽ പോയിട്ട് ഈ പ്രോക്സി അങ്ങ് ഡിസേബിൾ ചെയ്ത് കഴിയുമ്പം നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഈ പറഞ്ഞ ഞാൻ ഡിസേബിൾ ആക്കി വെച്ചിരുന്ന സമയത്ത് അയച്ച 2 മെസ്സേജും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇവിടുന്ന് ആക്സസ് ചെയ്യാം. സോ ഇങ്ങനെ ഒരു താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ നിന്ന് എസ്കേപ്പായി മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്നാണ്. മറ്റുള്ളവർ നോക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്, നമ്മളുടെ ഫോണിൽ നെറ്റേ ഇല്ല അല്ലെങ്കിൽ നെറ്റ് എനേബിൾ ചെയ്തിട്ടില്ല എന്നേ മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെ ഒരു ചെറിയ പൊടിക്കൈ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അനോണിമസ് ആയിട്ട് സ്റ്റേ ചെയ്യാൻ സാധിക്കും. അടുത്തത് UI എലമെൻറ്റുകളിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ്. സോ വാട്സാപ്പിൻ്റെ ടാബ് വ്യൂവിൽ നമുക്ക് പോവുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു ബോട്ടം എന്ന് പറയുന്നത് പ്രീവിയസ് ജനറേഷൻ വാട്സാപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈവൻ എൻ്റെ പുതിയ ഐഫോൺ 17 പ്രോയിലും അതിലെ വാട്സാപ്പ് ഞാൻ കാണിച്ചുതരാം. ടാബ് വ്യൂവിൽ നോക്കുമ്പോൾ മനസ്സിലാവും അത് പഴയ ആ ഡിസൈൻ തന്നെയാണ്, ചേഞ്ചുകളൊന്നും തന്നെ മാറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്ന മാറ്റങ്ങൾ എല്ലാ യൂസേഴ്സിനും ഒരേപോലെ ലഭിച്ചിട്ടുണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. iOS 26ൻ്റെ ലിക്വിഡ് ഗ്ലാസ് എലമെൻറ്റുകൾ കൃത്യമായിട്ട് തന്നെ വാട്സാപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ടാബിൽ നിന്ന് മറ്റൊരു ടാബിലേക്ക് സ്വിച്ച് ചെയ്യുമ്പം ആ ഒരു ട്രാൻസ്ലൂസൻസി നമുക്ക് കൃത്യമായിട്ട് വിസിബിളാണ്. അതോടൊപ്പം തന്നെ ആ ഒരു ടാബ് വ്യൂ അതൊരു ഫ്ലോട്ടിംഗ് ടാബ് വ്യൂ ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം ബോട്ടത്തെ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് സേഫ് ഏരിയ ആണ്. അതുമായിട്ട് ടച്ച് ചെയ്തിട്ടില്ല. മറ്റൊരു എലമെൻറ്റുകളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് ഏരിയാസുമായിട്ട് ടച്ച് ചെയ്യാതെ സെപ്പറേറ്റ് ഒരു ഫ്ലോട്ടിംഗ് ടാബ് വ്യൂ ആയിട്ടാണ് നിൽക്കുന്നത്. അടുത്തത് ലൈവ് ഫോട്ടോ സപ്പോർട്ടാണ്. നമുക്ക് ഐഫോണിൽ ലൈവ് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ക്യാമറ ആപ്ലിക്കേഷനിൽ നമുക്ക് അറിയാം ലൈവ് ഫോട്ടോ എന്ന് പറയുന്ന ഫീച്ചർ പണ്ട് മുതലേ ഐഫോൺ 6 സീരീസ്, ഐഫോൺ 6s മുതലുള്ള ഒരു ഫീച്ചറാണ് ലൈവ് ഫോട്ടോ. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്ന ലൈവ് ഫോട്ടോസ് നമുക്ക് കൃത്യമായിട്ട് തന്നെ വാട്സാപ്പിലും അയച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അത് നമ്മളൊരു
നമ്മളൊരു ചാറ്റിൽ അയക്കുവാണ് എന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത ആ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പം നമുക്കിവിടെ കാണാം ലൈവ് ഫോട്ടോസ് ആർ നൗ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു പോപ്പപ്പ് വരും. അതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് അതിന് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് HD. അതോടൊപ്പം തന്നെ അവിടെ ലൈവ് ഫോട്ടോയുടെ ആ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ഡിസേബിൾ ചെയ്യാം. അത് നോർമൽ ഫോട്ടോ ആയിട്ട് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെൻഡ് ചെയ്യാം. അതല്ല ലൈവ് ഫോട്ടോ ആയിട്ട് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി ഇവിടുന്ന് ഡയറക്റ്റ് അത് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ലൈവ് ഫോട്ടോ ആയിട്ട് തന്നെ നമുക്ക് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ലൈവ് ഫോട്ടോസ് നമുക്ക് സ്റ്റോറി ആയിട്ടും അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. കാരണം നമുക്ക് ഫോട്ടോ ലൈബ്രറി എടുക്കുമ്പം കാണാം ലൈവ് ഫോട്ടോസ് അവിടെ ഡിസേബിൾഡ് ആണ്. പക്ഷേ അതിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സെലക്ട് ആസ് ഗിഫ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്കിതൊരു ഗിഫായിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 5, നമുക്ക് ഇനി എന്തെങ്കിലും ഇവൻറ്റുകളോ ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊരു ഇൻവിറ്റേഷനൊക്കെ ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഉൾപ്പെടെ നമുക്ക് കലണ്ടറിലേക്ക് ഡയറക്റ്റ്ലി വാട്സാപ്പിൽ നിന്ന് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ചാറ്റിൽ ആ ടൈമുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഒരു അണ്ടർലൈൻ കാണും. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് പോപ്പപ്പ് ആകുന്ന ആഡ് ടു കലണ്ടർ അല്ലെങ്കിൽ ക്രിയേറ്റ് വാട്സാപ്പ് ഇവൻറ്റ് എന്നുള്ളതാണ്. സോ അതിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇവൻ്റ് ആയിട്ട് നമ്മുടെ കലണ്ടറിലേക്ക് ഈ ഒരു ചാറ്റിനെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഇത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കലണ്ടറിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ടു കലണ്ടർ ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഫോണിൻ്റെ കലണ്ടറിലേക്ക് ഡയറക്റ്റ്ലി ഇത് ആഡ് ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് ട്രാൻസ്ലേഷനാണ്. നമുക്ക് ബിൽറ്റിനായിട്ട് ഓരോ കോൺവെർസേഷൻസ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. പണ്ടത്തെ പോലെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഫോണിൻ്റെ iOSൻ്റെ നേറ്റീവ് ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഏത് ഭാഷയിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് ആ ഒരു ചാറ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ആ മോർ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലാംഗ്വേജിൽ നിന്ന് ഏത് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ളത് കാണിക്കും. ഇനി ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ലാംഗ്വേജ് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറബിക്, ചൈനീസ്, ഹിന്ദി, ഇന്തോനേഷ്യൻ, ജാപ്പനീസ്, ഇറ്റാലിയൻ, റഷ്യൻ, സ്പാനിഷ് ഇങ്ങനെയുള്ള കുറച്ച് ലാംഗ്വേജുകൾ ബിൽറ്റിനായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഞാനിപ്പം ഹിന്ദിയും അറബിക്കും ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അറബിക്കിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ട്രാൻസ്ലേറ്റഡ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ അറബിക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അതല്ല ഹിന്ദി ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഹിന്ദി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ചാറ്റ് ഇവിടെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്. പിന്നീട് വന്ന ഏറ്റവും വലിയൊരു മാറ്റം കോളുമായിട്ട് ബന്ധപ്പെട്ട യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു കോൾ ടാബും അതോടൊപ്പം സ്കെഡ്യൂൾ കോൾ ഓപ്ഷൻസൊക്കെയാണ്. നിങ്ങളിപ്പം ഒരു ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വാട്സാപ്പിൻ്റെ കോൾ ഒരു ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് വീഡിയോ കോൾ അല്ലെങ്കിൽ ഓഡിയോ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് സെപ്പറേറ്റ് ആയിട്ടാണ് കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ വാട്സാപ്പിൽ അങ്ങനെയല്ല, അതൊരു യൂണിഫൈഡ് ടാബായിട്ട് മാറിയിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ഓപ്ഷൻസ് ലഭിക്കും. അതോടൊപ്പം തന്നെ ഈ ചെയ്യേണ്ട കോളിന് ഒരു ലിങ്കായിട്ട് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ ലിങ്ക് ക്രിയേറ്റ് ആവും. അത് വീഡിയോ കോൾ ആണോ ഓഡിയോ കോൾ ആണോ എന്നുള്ളത് നമുക്ക് ലിങ്കായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആർക്കാണോ കണക്ട് ചെയ്യേണ്ടത് അവർക്ക് ഒരു മെസ്സേജ് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ കോളുകൾ സ്കെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. സോ സ്കെഡ്യൂൾ കോൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം സമയമാകുമ്പോൾ നമുക്കൊരു കോൾ സ്കെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പം മീറ്റിംഗ് അല്ലെങ്കിൽ ഒരാളെ കൃത്യം സമയത്ത് വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചാൽ മതി. ഞാൻ അവിടെ ടൈം സെറ്റ് ചെയ്തു, ടൈപ്പ് ഓഫ് കോൾ വീഡിയോ കോൾ അല്ലെങ്കിൽ ഓഡിയോ കോൾ, അത് കഴിഞ്ഞിട്ട് സെൻഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് സെറ്റപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാനാണ്. കൃത്യം സമയമാകുമ്പം ഓട്ടോമാറ്റിക്കലി ആ ഒരു കോളിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാനാണ്. ജോയിൻ കോൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോളിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അപ്ഡേറ്റ്സ് ടാബിൽ അതാണ് നമ്മുടെ സ്റ്റോറി സെക്ഷൻ. ഇതിലും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മിക്കവർക്കും അറിയാമായിരിക്കും, ഇനി അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫോട്ടോ ടാബിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേ ഔട്ട് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ നമുക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്വിച്ച് ചെയ്യുന്ന പോലെ നമുക്ക് ഡിഫറെൻറ്റ് ഫോണ്ടുകൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, കളർ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഒരു ഇമേജ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻസ്റ്റഗ്രാമിലുള്ള പോലെ തന്നെയാണ് നമുക്കിവിടെ മ്യൂസിക് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ മോഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ജോൺറ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാനുള്ള പ്രത്യേകം ഇവിടെ ആൾക്കാരെ മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ട ആൾക്കാരെ ഇവിടുന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലേ ഔട്ട്, ഒന്നിൽ കൂടുതൽ ഇമേജുകൾ നിങ്ങൾക്കൊരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രൂപത്തിലൊക്കെ നമുക്ക് അത് അറേഞ്ച് ചെയ്യാനും ആഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. AI ഇമേജുകളാണ്. നമുക്കിവിടെ AI ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം ഈ ഒരു വാട്സാപ്പിൻ്റെ മെറ്റ AIയുടെ സഹായത്തോടെ. അതുപോലെ നേരത്തെ ഉള്ള ഫീച്ചറാണ് വോയിസ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് നമുക്ക് സെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റോറി മറ്റൊരാൾക്ക് റീഷെയർ ചെയ്യാനുള്ള സെറ്റിങ്സും കൊടുത്തിട്ടുണ്ട്. അതിനാണ് ഈ ഒരു 3 ഡോട്ടിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അലൗ ഷെയറിംഗ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന സ്റ്റോറീസ് മറ്റൊരാൾക്ക് റീഷെയർ ചെയ്യാൻ ഫോർവേഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ദിനം പ്രതി ചെറുതും വലുതുമായിട്ടുള്ള പല മാറ്റങ്ങളും അഴിച്ചുപണികളും മെറ്റ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആപ്പ് റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys on next one. Peace.